ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് സഭാപ്രസംഗകൻ്റെ പുസ്തകത്തിലെ കുറച്ച് കൺഫ്യൂഷൻസ് വരുന്ന അധ്യായവും വാക്യങ്ങളുമാണ്. സഭാപ്രസംഗകൻ്റെ പുസ്തകത്തിൽ കുറേ പ്രാവശ്യം ഇത് മിഥ്യയും പാഴ്വേലയുമാണ് എന്നുള്ള വചനം നമ്മൾ ആവർത്തിച്ചു കാണുന്നു. ഇത് ഓർമ്മയിൽ വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. സഭാപ്രസംഗകൻ 1:14 2:11 2:26 4:4 4:16 6:9 ഇത് മിഥ്യയും പാഴ്വേലയുമാണ് എന്ന് ആവർത്തിച്ച് കാണപ്പെടുന്നു. ഈ അധ്യായവും വാക്യവുമെല്ലാം നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്കത് പഠിക്കാൻ കുറെ കൂടി എളുപ്പമായിരിക്കും. സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ വീക്ഷിച്ചു, എല്ലാം മിഥ്യയും പാഴ്വേലയുമത്രേ. ഇതാണ് സഭാപ്രസംഗകൻ 1:14 പറയുന്നത്. സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ വീക്ഷിച്ചു. ഇതിന് ശേഷം എന്താണ് തുടർന്നു വരുന്ന വാക്യം എഴുതുക എന്ന് ചോദ്യമുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ വാക്കിനും മുമ്പിലും പിമ്പിലുമുള്ള വചനങ്ങളെല്ലാം പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ വീക്ഷിച്ചു, എല്ലാം മിഥ്യയും പാഴ്വേലയുമത്രേ. അടുത്തത് വരുന്നത്, പിന്നെ ഞാൻ ഉണ്ടാക്കിയവയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു, എല്ലാം മിഥ്യയും പാഴ്വേലയും ആയിരുന്നു. സഭാപ്രസംഗകൻ 2:11 ഇത് പറയുന്നത്. ഇതിനു മുമ്പ് വരുന്നത്, പിന്നെ ഞാൻ ഉണ്ടാക്കിയവയെയും അതിനു വേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു. ഇതിന് ശേഷം വരുന്ന വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാം മിഥ്യയും പാഴ്വേലയും ആയിരുന്നു. പാപിക്കാകട്ടെ അവിടുത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നു. ഇതും മിഥ്യയും പാഴ്വേലയും തന്നെ. സഭാപ്രസംഗകൻ 2:26 ഈ വചനം പറയുന്നത്. ഈ വചനവും നന്നായി ഓർത്ത് പഠിച്ചു വയ്ക്കുക. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. ഇതും മിഥ്യയും പാഴ്വേലയുമാണ്. സഭാപ്രസംഗകൻ 4:4 ഇത് പറയുന്നത്. അവൻ്റെ പ്രജകൾക്ക് എണ്ണമില്ല, അവൻ എല്ലാവർക്കും അധിപനും ആയിരുന്നു. എങ്കിലും പിന്നീട് വരുന്നവർക്ക് അവനിൽ പ്രീതി തോന്നുകയില്ല. ഇതും മിഥ്യയും പാഴ്വേലയുമാണ്. സഭാപ്രസംഗകൻ 4:16 ഇത് പറയുന്നത്. കൺമുൻപിലുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത്. ഇതും മിഥ്യയും പാഴ്വേലയുമാണ്. സഭാപ്രസംഗകൻ 6:9 ഇത് പറയുന്നത്. ആവർത്തിച്ചു വരുന്ന വചനങ്ങൾ എല്ലാം മിഥ്യയും പാഴ്വേലയുമാണ് എന്ന് ആവർത്തിച്ചു വരുന്ന വചനങ്ങൾ 1:14 2:11 2:26 4:4 4:16 6:9. ഇതിൽ മുന്നിൽ വരുന്ന വാക്യങ്ങൾ ഓർമ്മിച്ചു വയ്ക്കാനുള്ള ട്രിക്കാണ് ഇനി പറയുന്നത്. 1:14 പറയുന്നത് സൂര്യന് കീഴെയുള്ള കാര്യമാണ്. അതിനുശേഷമാണ് എല്ലാം മിഥ്യയും പാഴ്വേലയുമാണ് എന്ന വചനം വരുന്നത്. അപ്പോൾ 1:14 എന്ന വാക്യം സൂര്യന് കീഴെ എന്ന് ബന്ധപ്പെടുത്തി പഠിക്കുക. 2:11 അധ്വാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നതാണ് എല്ലാം മിഥ്യയും പാഴ്വേലയുമാണ്. 2:11 അധ്വാനം എന്ന് ചേർത്ത് ഓർത്ത് പഠിക്കുക. 2:26 പാപി ധനം സമ്പാദിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ 2:26 എന്ന വചനം പാപി ധനം സമ്പാദിക്കുന്നത് എന്ന് ഓർത്തു വെച്ച് പഠിക്കുക. അതിനുശേഷമാണ് എല്ലാം മിഥ്യയും പാഴ്വേലയുമാണ് എന്ന വചനം വരുന്നത്. ഇനി 4:4 മനുഷ്യൻ്റെ പരസ്പര സ്പർദ്ധയെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാം മിഥ്യയും പാഴ്വേലയുമാണ് എന്ന വചനത്തിന് മുമ്പ് മനുഷ്യൻ്റെ പരസ്പര സ്പർദ്ധയെക്കുറിച്ചാണ് പറയുന്നത്.
അപ്പോൾ 4 4 എന്ന വചനം മനുഷ്യൻ്റെ പരസ്പര സ്പർദ്ധ എന്ന സൂത്രവാക്യവുമായി ഓർത്ത് പഠിക്കുക. 4:16 പ്രജകളെക്കുറിച്ചും അധിപനെക്കുറിച്ചുമാണ് പറയുന്നത്. അതിനുശേഷമാണ് എല്ലാം മിഥ്യയും പാഴ്വേലയുമാണ് എന്ന് വരുന്നത്. 4:16 ഓർത്തു വയ്ക്കാനുള്ള വാക്കുകൾ പ്രജകളും അധിപനും. ഇനി 6:9 എല്ലാം മിഥ്യയും പാഴ്വേലയുമാണ് എന്ന് കാണുന്നത്. അത് ഓർത്തു വയ്ക്കാനുള്ള വാക്യം കൺമുമ്പിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. അതിനുശേഷമാണ് എല്ലാം മിഥ്യയും പാഴ്വേലയുമാണ് എന്ന് വരുന്നത്. അപ്പോൾ 6:9 ഓർത്തു വയ്ക്കാനുള്ളത് കൺമുമ്പിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന വാക്കാണ്. ഈ ചെറിയ വാക്കുകൾ ഓർത്തു വെച്ച് പഠിച്ചാൽ ഈ എല്ലാം മിഥ്യയും പാഴ്വേലയുമാണ് എന്ന ബാക്കി വചനം ഓർത്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതയെയും ഭോഷത്വത്തെയും വിവേചിച്ചറിയാൻ ഞാൻ ഉദ്യമിച്ചു. ഇതും പാഴ്വേലയാണെന്ന് ഞാൻ കണ്ടു. സഭാപ്രസംഗകൻ 1:17 ഈ വചനം പറയുന്നത്. ഇതിൽ മിഥ്യ എന്ന് പറയുന്നില്ല. ഇതും പാഴ്വേലയാണ് എന്ന് ഞാൻ കണ്ടു. ഈ വചനവും ഓർത്തുവെച്ച് പഠിക്കുക. ഇതിൽ മിഥ്യ എന്ന് ആവർത്തിക്കുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതും പാഴ്വേലയാണ് എന്ന് മാത്രമേ ഈ വചനത്തിൽ പറയുന്നുള്ളൂ. ഇത് 1-ാം അധ്യായം 17-ാം വാക്യത്തിലാണ് പറയുന്നത്. സുഖഭോഗങ്ങളിൽ ഞാൻ മുഴുകും, അതിൻ്റെ ആസ്വാദ്യത പരീക്ഷിക്കും. എന്നാൽ ഇതും മിഥ്യ തന്നെ. ഇവിടെ ഇതും മിഥ്യ തന്നെ എന്ന് മാത്രമാണ് പറയുന്നത്. ഇതിൽ പാഴ്വേലയാണ് എന്ന് പറയുന്നില്ല. എന്നാൽ ഇതും മിഥ്യ തന്നെ എന്ന് മാത്രമാണ് പറയുന്നത്. ഇത് സഭാപ്രസംഗകൻ 2:1 പറയുന്നത്. ഇതും ഓർത്തു വെച്ച് പഠിക്കുക. എന്നോട് തന്നെ ഞാൻ ചോദിച്ചു, ഭോഷന്റെയും എൻ്റെയും ഗതി ഒന്ന് തന്നെയെങ്കിൽ ഞാൻ എന്തിന് ജ്ഞാനിയായിരിക്കണം? ഇതും മിഥ്യയെന്ന് ഞാൻ ആത്മഗതം ചെയ്തു. സഭാപ്രസംഗകൻ 2:15 ഇത് പറയുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മിഥ്യയെന്ന് ഞാൻ ആത്മഗതം ചെയ്തു എന്ന് വേറൊരിടത്തും പറയുന്നില്ല. മിഥ്യയെന്ന് ആത്മഗതം ചെയ്തു എന്ന വചനം 2:15 ഓർത്തുവെച്ച് പഠിക്കുക. സൂര്യന് കീഴിൽ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമായതുകൊണ്ട് ഞാൻ ജീവിതം വെറുത്തു. എല്ലാം മിഥ്യയും നിരർത്ഥകവുമത്രേ. ഇവിടെ പറയുന്നത് മിഥ്യയും നിരർത്ഥകവുമത്രേ എന്നാണ്. സഭാപ്രസംഗകൻ 2:17 ഈ വചനവും ഓർത്തുവെച്ച് പഠിക്കുക. എന്തായാലും സൂര്യന് കീഴെ ഞാൻ ബുദ്ധിപൂർവം പ്രയത്നിച്ചതിൻ്റെയെല്ലാം ഫലം അവൻ്റെ അധീനതയിലാകും. ഇതും മിഥ്യ തന്നെ. സഭാപ്രസംഗകൻ 2:19 ഇത് പറയുന്നത്. ഇവിടെ ഇതും മിഥ്യ തന്നെ എന്നാണ് പറയുന്നത്. ഒരുവൻ ജ്ഞാനവും അറിവും സാമർഥ്യവും ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവ അവയ്ക്ക് വേണ്ടി അശേഷം അധ്വാനിക്കാത്തവന് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നു. ഇതും മിഥ്യയും വലിയ നിർഭാഗ്യവുമാണ്. ഇത് സഭാപ്രസംഗകൻ 2-ാം അധ്യായം 21-ാം വാക്യത്തിലാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ഇത് മിഥ്യയും വലിയ നിർഭാഗ്യവുമാണ് എന്നാണ്. അവൻ്റെ ദിനങ്ങളെല്ലാം വേദന നിറഞ്ഞതാണ്, അധ്വാനമാകട്ടെ ദുഃഖസങ്കുലവും. രാത്രിയിൽ പോലും അവൻ്റെ മനസ്സിന് സ്വസ്ഥതയില്ല. ഇതും മിഥ്യ തന്നെ. സഭാപ്രസംഗകൻ 2:23 ഇവിടെ പറയുന്നത് ഇതും മിഥ്യ തന്നെ എന്നാണ്. എല്ലാം മിഥ്യയാണ്, എല്ലാം ഒരിടത്തേക്ക് പോകുന്നു. സഭാപ്രസംഗകൻ 3:20 ഇങ്ങനെയും പറയുന്നുണ്ട്. എല്ലാം മിഥ്യയാണ്, എല്ലാം ഒരിടത്തേക്ക് പോകുന്നു. എല്ലാം മിഥ്യയാണ്. ബാക്കി വരുന്ന വാക്യം എന്താണ് എന്ന് ചോദിച്ചാൽ എല്ലാം മിഥ്യയാണ്, എല്ലാം ഒരിടത്തേക്ക് പോകുന്നു. സഭാപ്രസംഗകൻ 3:20. ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുകയും സന്തോഷങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കുന്നില്ല. ഇതും മിഥ്യയും പരിതാപകരവുമാണ്. ഇവിടെ മിഥ്യയും പരിതാപകരവും ആണ് എന്നാണ് പറയുന്നത്. സഭാപ്രസംഗകൻ 4:8 ഇത് പറയുന്നത്.
ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല. ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല. ഇതും മിഥ്യ തന്നെ. ഇവിടെ പറയുന്നത് ഇതും മിഥ്യ തന്നെ എന്നാണ്. സഭാപ്രസംഗകൻ 5:10 ഇത് പറയുന്നത്. ഇവിടെ ആവർത്തിച്ചു പറയുന്നത് ഇതും മിഥ്യ തന്നെ എന്ന് ആവർത്തിച്ചു പറയുന്ന അധ്യായവും വാക്യവും 2:1, 2:19, 2:23, 5:10 ഈ വാക്യങ്ങളിലെല്ലാം ഇതും മിഥ്യ തന്നെ എന്ന് മാത്രമാണ് പറയുന്നത്. ഈ വാക്യങ്ങളും വചനങ്ങളും ഓർത്തുവെച്ച് പഠിക്കുക. 2:1, 2:19, 2:23, 5:10 ഇതിൽ ഇതും മിഥ്യ തന്നെ എന്നാണ് അവസാനം പറയുന്നത്. ഓർത്തുവെച്ച് പഠിക്കുക. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു. എങ്കിലും അവിടുന്ന് അവന് അവ അനുഭവിക്കാനുള്ള കഴിവ് നൽകുന്നില്ല. അന്യൻ അവ അനുഭവിക്കുന്നു. ഇത് മിഥ്യയും തീവ്ര വേദനയുമാണ്. സഭാപ്രസംഗകൻ 6:2 ഇത് പറയുന്നത്. ഇവിടെ പറയുന്നത് ഇത് മിഥ്യയും തീവ്ര വേദനയുമാണ് എന്നാണ്. 2:17 എല്ലാം മിഥ്യയും നിരർത്ഥകവും അത്രേ എന്നാണ് പറയുന്നത്. 2:21 ഇതും മിഥ്യയും വലിയ നിർഭാഗ്യവുമാണ് എന്നാണ് പറയുന്നത്. 4:8 ഇതും മിഥ്യയും പരിതാപകരവുമാണ് എന്ന് പറയുന്നു. 6:2 ഇത് മിഥ്യയും തീവ്രവേദനയുമാണ് എന്ന് പറയുന്നു. ഈ വചനങ്ങൾ പ്രത്യേകം ഓർത്തുവെച്ച് പഠിക്കുക. എല്ലാം മിഥ്യയും നിരർത്ഥകവും അത്രേ എന്ന് പറയുന്നത് സഭാപ്രസംഗൻ 2:17. ഇതും മിഥ്യയും വലിയ നിർഭാഗ്യവുമാണ് എന്ന് പറയുന്നത് സഭാപ്രസംഗകൻ 2:21. ഇതും മിഥ്യയും പരിതാപകരവുമാണ് എന്ന് പറയുന്നത് സഭാപ്രസംഗകൻ 4:8. ഇത് മിഥ്യയും തീവ്രവേദനയുമാണ് എന്ന് പറയുന്നത് സഭാപ്രസംഗകൻ 6:2. ഇതുപോലെ ഓർത്തെടുക്കാനും പഠിക്കാനും വിഷമമുള്ള പാഠഭാഗങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ആ പാഠഭാഗങ്ങൾ ട്രിക്കിയായും എളുപ്പത്തിലും ഒരു വീഡിയോ ആയി ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻസായി അറിയിക്കുകയും വേണം. ഈശോ നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.